ബാംഗ്ലൂരിൽ ഇത് ചെറി ബ്ലോസം സീസണാണ്. കാഴ്ചക്കാരുടെ മനം നിറച്ച് പൂത്തു നിൽക്കുകയാണ് തബൈവുയ റോസ് മരങ്ങൾ. കാണാം നമുക്ക് ബാംഗ്ലൂരിലെ പിങ്ക് പുതച്ച പാതകൾ. ബാംഗ്ലൂർ നഗരത്തിന്റെ തെരുവുകളിൽ ഇപ്പോൾ പിങ്ക് വസന്തമാണ്. മെട്രോ നഗരത്തിന്റെ തിരക്കുകൾക്കിടയിലും പൂക്കാലം ആസ്വദിക്കുകയാണ് ഇവിടുത്തുകാർ. പൂമരങ്ങളാൽ സമ്പന്നമായ ബാംഗ്ലൂർ നഗരത്തിൽ നീണ്ടു നിവർന്നു നിൽക്കുന്ന തബൂബിയ മരങ്ങൾ ബ്രിട്ടീഷ് ഭരണകാലത്തിന്റെ അവശേഷിപ്പുകളാണ്. ആള് വിദേശിയെങ്കിലും ഇന്ത്യൻ മണ്ണിലും തഴച്ചു വളരും. സീസൺ ഉടൻ അവസാനിക്കുന്നതിനാൽ നഗരവീഥികളിൽ കാഴ്ചക്കാരുടെ തിരക്കും വർദ്ധിക്കുകയാണ്. These flowers I'm seeing this like last 2-3 years because I am new this area. I'm staying last 2-3 years. It's like look this with this flower this city like roads looks like foreign cities like it looks beautiful actually. So on the other way like the charm is going on of the road like up. I love the way the the blossoms come up. For me it's an indication that the summer has started and also it's going to be the mango season very soon. റീൽസിനുള്ള ഫ്രെയിം തിരയുകയാണ് ജെൻസികളും. കൂടുതൽ ആൾക്കാർ ഇങ്ങനെ രാവിലെ വന്നിട്ട് ഫോട്ടോസ് എല്ലാം എടുക്കും, റീൽസ് എല്ലാം എടുക്കും. ഒരു ഉച്ച സമയത്താണെങ്കിൽ നല്ലൊരു എന്താ പറയുക കാറ്റ് വന്നിട്ട് അതിനെ വീശിട്ട് നല്ല റോഡ് സൈഡ് മല കംപ്ലീറ്റ് ആയിട്ട് അത് കാണാൻ ഒരു നല്ല ഭംഗിയുണ്ടാവും. വൈകുന്നേരം കൂടുതലായിട്ട് വരും ഇങ്ങനെ. ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഇവിടെ തന്നെ വണ്ടി നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുന്ന റീൽസ് എടുക്കുന്ന നല്ല കൂടുതലായിട്ട് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ വസന്തകാലത്തെ വിദേശ രാജ്യങ്ങൾ വരുമാനമാക്കുമ്പോൾ നമുക്കെന്തുകൊണ്ടാകുന്നില്ല എന്ന് ചോദിക്കുന്നവരുമുണ്ട്. The government, I don't know, they do a lot of for tourism because in Japan, lot of tourists comes to see the cherry blossoms. But if the government can spend some money, care about these trees, there will lot of tourism in Bangalore also. വേനലിന്റെ വരവറിയിച്ചുകൊണ്ട് തബോബിയ മരങ്ങൾ അങ്ങനെ പൂത്തുലയുകയാണ്. ഇനി വരാനിരിക്കുന്നത് വയലറ്റ് പൂക്കളുടെ കാലമാണ്. കാത്തിരിക്കാം. ബാംഗ്ലൂരിൽ നിന്നും ജിജീന്ദ്രനൊപ്പം സജു ചാമക്കാലയിൽ 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.